അതുപോലെ പ്രഭാത ഭക്ഷണത്തിൽ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലി തട്ടെടുത്തു. പിന്നെ അതിന് ശേഷം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ തേക്കുന്നത്. പിന്നെ അതിന് ശേഷം മാവെല്ലാം ഒന്ന് കോരി വെച്ചു. പിന്നെ അതിന് ശേഷം ഒരു തട്ടിനുള്ള ഇഡലി മാവേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഒന്ന് ചെറുതായിട്ട് അവിടേക്ക് ഒന്ന് തുടച്ചെടുത്തു. ചെറുതായിട്ട് മാവൊക്കെ വീണത് അടുപ്പിൻ്റെ പുറമൊന്ന് വൃത്തിയാക്കി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം തൊട്ടിപ്പുറത്ത് ഞാൻ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ച് വെച്ചു. പിന്നെ സാധാരണ ചമ്മന്തിയാണ്, കലക്കിയിലെ ചമ്മന്തി, അല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറിയിട്ടൊന്ന് അടിച്ചെടുത്തതാണ്, പുളി ചേർക്കാതെ. പിന്നെ അതിന് ശേഷം അത് കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ ഇനി പെരയ്ക്കാവൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ്. അപ്പം ആദ്യം തന്നെ ചവിട്ടിയൊക്കെ എടുത്തൊന്ന് പുറത്തിട്ടു. പിന്നെ അതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം 1 മിനിറ്റിലുള്ള വീഡിയോ ആണ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നതും എഡിറ്റ് ചെയ്താണ് ഇടുന്നത്. പിന്നെ അതിന് ശേഷം അടുക്കള വഴി തൂത്ത് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാനുണ്ട്. പിന്നെ അതുവഴി